ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സർജറി എക്സാം സിലബസിലെ ഡോപ്ലർ എഫക്റ്റ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഡോപ്ലർ എഫക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. Okay, Doppler effect is the apparent change in frequency and wavelength of a wave when there is relative motion between the source and the observer or both. അതായത് ഈ വേവിൻ്റെ സോഴ്സും ഒബ്സർവറും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അപ്പാരൻറ്റ് ചേഞ്ച്, അതായത് അവിടെ ഉണ്ടാവുന്ന ചേഞ്ച്, മാറ്റം, എന്തിലുണ്ടാവുന്ന മാറ്റം, ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഡോപ്ലർ എഫക്റ്റ് നടക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒന്നുകിൽ എന്താണ് സോഴ്സിനെ അപേക്ഷിച്ച് ഒബ്സർവർ മൂവ് ചെയ്യുകയായിരിക്കണം, അല്ലെങ്കിൽ ഒബ്സർവറിനെ അപേക്ഷിച്ച് സോഴ്സ് മൂവ് ചെയ്യുകയായിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും മോഷനിലായിരിക്കണം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ് അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ബ്രാക്കറ്റിൽ വേവ് ലെങ്ത് എന്ന് ഇട്ടേക്കുന്നു. അതറിയാമല്ലോ, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എന്തും ചേഞ്ച് ആവുന്നുണ്ട്, വേവ് ലെങ്തും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇഫ് യു മൂവ് ടുവേർഡ്സ് എ വേവ് സോഴ്സ് യു ഹിയർ ഓർ സി എ ഹയർ ഫ്രീക്വൻസി. അതായത് നമ്മളൊരു സോഴ്സ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോഴ്സ് അവിടെ ഇരുന്ന് ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ആ സോഴ്സിന് അടുത്തോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹയർ ഫ്രീക്വൻസിയിൽ നമ്മൾ ആ സൗണ്ട് കേൾക്കും. അതേ സ്ഥാനത്ത് ഒരു സോഴ്സ് അവിടെ ഇരിക്കുന്നു, ആ സോഴ്സിൽ നിന്ന് നമ്മൾ അകലെ ദൂരോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ലോവർ ഫ്രീക്വൻസി ആയിരിക്കും കേൾക്കാൻ സാധിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. Waves are compressed when the source and observer move towards each other. That is, higher frequency pitch increases. അതായത് എന്താണ്, സോഴ്സോ ഒബ്സർവറോ അടുത്തേക്ക് വരുമ്പോൾ, അതായത് സോഴ്സിനടുത്തേക്ക് ഒബ്സർവറോ ഒബ്സർവറിനടുത്തേക്ക് സോഴ്സോ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേവ്സ് കംപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. കംപ്രസ് ആവുക എന്ന് വെച്ചാൽ എന്താണ്, ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. കംപ്രസ് ആവുക എന്ന് വെച്ചാൽ ആ വേവിൻ്റെ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ചേ. അതിനെ നമ്മൾ രണ്ടറ്റത്തൊന്നും പിടിച്ചിങ്ങനെ ഞെരുക്കുമ്പോൾ എന്താ കംപ്രസ് ആവുന്നതെന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കൂടും. അപ്പോൾ നമ്മൾ ഹൈ പിച്ചായിരിക്കും കേൾക്കുക. അതേപോലെ അടുത്ത് നോക്കിക്കേ, വേവ്സ് ആർ സ്ട്രെച്ച്ഡ് വെൻ ദേ മൂവ് എവേ. ദാറ്റ് ഈസ് ലോവർ ഫ്രീക്വൻസി പിച്ച് ഡിക്രീസസ്. അതായത് നമ്മൾ സോഴ്സിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വേവ്സ് സ്ട്രെച്ച് ആവും അല്ലെ, വലിഞ്ഞ് നീളും. അതായത് വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ പിച്ചും കുറയും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, ആക്ച്വൽ ഫ്രീക്വൻസി പ്രൊഡ്യൂസ്ഡ് ബൈ സോഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഓൺലി ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സോഴ്സ് ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയുള്ള സൗണ്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫ്രീക്വൻസി മാത്രമാണ് ചേഞ്ച് ആവുന്നത്. എന്താ അതിനർത്ഥം? അതായത് നമ്മൾ ഈ മോഷൻ നടക്കുന്നില്ല, ഈ മൂവ്മെൻറ്റ് നടക്കുന്നത് കാരണമാണ് എന്ത്, ഈ ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നത്, അതായത് വേവ്സ് കംപ്രസ് ആവുന്നതുകൊണ്ട്. പക്ഷേ സൗണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന ഈ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. ആൻ ആംബുലൻസ് ഈസ് ബ്ലോയിങ് ഇറ്റ് സൈറൻ ആസ് ഇറ്റ് ഡ്രൈവ്സ് പാസ്റ്റ് യു. അതായത് നിങ്ങൾ റോഡരികിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു ആംബുലൻസ് സൈറൻ മുഴക്കി വരുവാണ്. അത് നിങ്ങളെ പാസ് ചെയ്ത് അങ്ങ് പോയി. അപ്പോൾ ദ സൈറൻ ഇറ്റ് സെൽഫ് പ്രൊഡ്യൂസസ് എ ഫിക്സഡ് ഫ്രീക്വൻസി, സേ 600 ഹേർട്സ്. ആ ആംബുലൻസ് എന്ന് വരുന്ന സൈറന് ഒരു ഫിക്സഡ് ഫ്രീക്വൻസി ഉണ്ട്, അതായത് അത് 600 ഹേർട്സ് ആണ്. അതായത് ആ ആംബുലൻസിൻ്റെ സൈറൻ എന്താണ്, ഒരു സ്ഥിര ഫ്രീക്വൻസിയാണുള്ളത്, 600 ഹേർട്സ്, അത് മാറുന്നില്ല. But as the ambulance moves towards you, each successive sound wave is emitted closer to you than the previous one. പക്ഷേ ആ ആംബുലൻസ് ദൂരെ നിന്നും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ്, ഈ സൗണ്ട് വേവ്സ് ഇല്ലേ, അത് ഈച്ച് സക്സസീവ് വേവ്സും എന്താണ് അടുത്തടുത്ത് വരുന്നു. അപ്പോൾ വേവ്സ് എന്താവുന്നു, കംപ്രസ് ആവുന്നു. അങ്ങനെയാണ്
This makes the wave fronts compressed, wavelength decreases, frequency you receive increases, so higher pitch. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഓരോ സൗണ്ട് വേവ്സും സക്സസീവ് സൗണ്ട് വേവ്സും അടുത്തടുത്ത് വരുമ്പോൾ എന്താവും, വേവ് ഫ്രണ്ട്സ് കംപ്രസ് ആയിട്ട് വേവ് ലെങ്ത് കുറയുകയും ഫ്രീക്വൻസി കൂടുകയും നമ്മൾ കേൾക്കുന്ന ഹയർ പിച്ചിലുള്ള ഒരു സൗണ്ടായി മാറുകയും ചെയ്യുന്നു. As it moves away, the opposite happens. Waves spread out, frequency you receive decreases, lower pitch. അതായത് ഇത് നമ്മളെ കടന്ന് ദൂരത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. വേവ്സ് എന്ത് ചെയ്യും, സ്പ്രെഡ് ഔട്ട് ചെയ്യും, അതായത് സ്ട്രെച്ച് ആവും, ഫ്രീക്വൻസി കുറയും, നമ്മൾ കേൾക്കുന്ന ശബ്ദം ലോവർ പിച്ചിലുള്ളതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഡോപ്ലർ എഫക്റ്റിൻ്റെ മെയിൻ ഫോർമുല നോക്കാം. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് ഓ മൈനസ് വി ഒബ്സർവർ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓ മൈനസ് വി സോഴ്സ് ഇൻറ്റു എഫ്. ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എഫ് എന്ന് പറയുന്നത് ട്രൂ ഫ്രീക്വൻസിയുമാണ്, അഥവാ യഥാർത്ഥ ഫ്രീക്വൻസി. വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം. അതുപോലെ വി ഒബ്സർവർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഒബ്സർവർ. വി സോഴ്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സോഴ്സ്. അപ്പോൾ ഇനി ഓരോ സിറ്റുവേഷനിലും ഈ ഫോർമുല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഒബ്സർവർ ടുവേർഡ് സോഴ്സ്, അതായത് സോഴ്സിനടുത്തേക്ക് ഒബ്സർവർ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി ഒബ്സർവർ ബൈ വി. ഇനി അടുത്ത സിറ്റുവേഷൻ ഒബ്സർവർ എവേ, അതായത് സോഴ്സിൽ നിന്നും ഒബ്സർവർ അകന്നു പോകുമ്പോൾ ഉള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി മൈനസ് വി ഒബ്സർവർ ബൈ വി. ഇനി അടുത്തത് സോഴ്സ് ടുവേർഡ്സ് ഒബ്സർവർ, അതായത് ഒബ്സർവറിനടുത്തേക്ക് സോഴ്സ് വരുമ്പോൾ ഉള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ബൈ വി മൈനസ് വി സോഴ്സ്. ഇനി ഒബ്സർവറിൻ്റെ അടുത്ത് നിന്നും സോഴ്സ് അകന്നു പോകുമ്പോൾ ഉള്ളത് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ബൈ വി പ്ലസ് വി സോഴ്സ്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒബ്സർവറും സോഴ്സും രണ്ട് പേരും മൂവിങ്ങിലായിരിക്കുമ്പോൾ ഉള്ളതാണ്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി ഒബ്സർവർ ബൈ വി മൈനസ് വി സോഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. UPSC ലെവൽ തൊട്ട് കേരള PSC ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ സൗണ്ട് സോഴ്സ് മൂവ് ടുവേർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ, വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ ഒബ്സർവർ. അതായത് ഒരു സൗണ്ട് സോഴ്സ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്സർവറിന് അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. എന്തായിരിക്കും, അതായത് ഒരാൾ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു, ഒരു സൗണ്ട് സോഴ്സ് അടുത്തേക്ക് വരുന്നു, അപ്പോൾ എന്താ സംഭവിക്കുക, ഹയർ ദാൻ ആക്ച്വൽ അല്ലേ, അതിൻ്റെ ഫ്രീക്വൻസിയേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. The approaching source compresses wave fronts, wavelength decreases, frequency increases, pitch sounds higher. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ഡോപ്ലർ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടാണ് ഡോപ്ലർ എഫക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. എന്താ, ഡോപ്ലർ എഫക്റ്റ് കോസസ് ആൻ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡ്യൂ ടു റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ആൻഡ് ഒബ്സർവർ. അടുത്തതൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എ സൈറൻ എമിറ്റ്സ് എ സൗണ്ട് ഓഫ് 600 Hz ആൻഡ് മൂവ് ടുവേർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ അറ്റ് 30 meter per second. If the speed of sound is 330 meter per second, what is the apparent frequency? അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന ഒരു ഒബ്സർവറിനടുത്തേക്ക് 30 meter per second സ്പീഡിൽ 600 Hz ഉള്ള ഒരു സൗണ്ട് വേവ് വരുവാണ് അല്ലേ, ഒരു സോഴ്സ് വരുവാണ്. അപ്പോൾ ഇവിടെ സൗണ്ടിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 330 meter per second. ഇവിടുത്തെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്താണ്, ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒബ്സർവറിനടുത്തേക്ക് എന്ത് വരുന്നു, സോഴ്സ് വരുന്നു. അപ്പോൾ ഉള്ള ഫോർമുല എന്താണ്, എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ വി മൈനസ് വി സോഴ്സ് ഇൻറ്റു എഫ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, 330 ഡിവൈഡഡ് ബൈ 330 മൈനസ്
30 ഇൻറ്റു 600. അപ്പോൾ ആൻസർ എന്ത് വരും? 660 ഹേർട്സ് എന്ന് വരും. അപ്പോൾ അപ്രോച്ചിങ് സോഴ്സാണ് ഹയർ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അല്ലേ? അതായത് സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 600 ഹേർട്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഒബ്സർവ് ചെയ്ത ഫ്രീക്വൻസി എത്രയാണ്? 660, മോർ ദാൻ ദ അപ്രോച്ചിങ് സോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ക്വാണ്ടിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ദ ഡോപ്ലർ എഫക്റ്റ് ഫോർ സൗണ്ട്? അതായത് സൗണ്ടിൻ്റെ ഡോപ്ലർ എഫക്റ്റിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസായി വരുന്നത് ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം, പിച്ച് എന്നിവയാണ്. അപ്പോൾ നമുക്കറിയാം ഡോപ്ലർ എഫക്റ്റ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ എന്താണ്? അതിന് ഫലമായിട്ട് പിച്ചും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും ചേഞ്ച് ചെയ്യും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം എന്തെന്ന് കിട്ടും? സി ആണ് ആൻസർ. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയംസ് പ്രോപ്പർട്ടീസ്, നോട്ട് ഓൺ ദ സോഴ്സ് ഓർ ഒബ്സർവേഴ്സ് മോഷൻ. അതായത് സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലാതെ സോഴ്സിൻ്റെയോ ഒബ്സർവറിൻ്റെയോ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം. എ ബാറ്റ് യൂസസ് ഡോപ്ലർ എഫക്റ്റ് ടു ഡിറ്റക്ട് ഇൻസെക്ട്സ്. ഇഫ് ദ റിഫ്ലക്റ്റഡ് ഫ്രീക്വൻസി ഈസ് ഹയർ ദാൻ ദ എമിറ്റഡ് ഫ്രീക്വൻസി, ദ ഇൻസെക്ട് ഈസ് ഡാഷ്. അതായത് ഒരു ബാറ്റ് അല്ലെങ്കിൽ വവ്വാലെന്ന് പറയുന്നത് തൻ്റെ ഇര കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? ഡോപ്ലർ എഫക്റ്റാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റഡ് ഫ്രീക്വൻസി, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് വേവ്സിൻ്റെ റിഫ്ലക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ആ ഇൻസെക്റ്റ് എന്താണെന്നാണ് അർത്ഥം? ഇൻസെക്റ്റ് മൂവിങ് ടുവേർഡ്സ് ദ ബാറ്റ് എന്നാണ് അർത്ഥം. അതായത് ഇൻസെക്റ്റും എന്ത് ചെയ്യാണ്? ഈ വവ്വാലിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിനർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ബോത്ത് സോഴ്സ് ആൻഡ് ഒബ്സർവർ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്, ദ ഡോപ്ലർ ഷിഫ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ഇവിടെ സോഴ്സും ഒബ്സർവറും മോഷനിലാണ്, അതും ഒരേ ഡയറക്ഷനിൽ, പക്ഷേ വെവ്വേറെ സ്പീഡിലാണ് മോഷൻ. അപ്പോൾ ഡോപ്ലർ ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദെയർ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഡോപ്ലർ ഷിഫ്റ്റ് ഈസ് പ്യുവർലി എ ഫങ്ഷൻ ഓഫ് റിലേറ്റീവ് മോഷൻ, നോട്ട് ദ അബ്സല്യൂട്ട് സ്പീഡ് അല്ലേ? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കീവേഡ് ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്? റിലേറ്റീവ് മോഷനാണ്. അവിടെ റിലേറ്റീവ് മോഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ സ്പീഡിനെ ഒന്നും അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദെയർ റിലേറ്റീവ് വെലോസിറ്റി വന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് ഡോപ്ലർ പ്രിൻസിപ്പിൾ? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡോപ്ലർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ ഇൻസ്ട്രുമെൻസും ഒന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് പോലീസ് സ്പീഡ് റഡാർ, രണ്ടാമത്തേത് വെതർ റഡാർ, മൂന്നാമത്തേത് ബ്ലഡ് ഫ്ലോ ഡിറ്റക്ടർ. ഇവ മൂന്നും എന്ത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ഡോപ്ലർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കേ. ഓൾ ഡിവൈസസ് ദാറ്റ് ഡിറ്റക്ട് മോഷൻ ഓർ സ്പീഡ് ബേസ്ഡ് ഓൺ റിഫ്ലക്റ്റഡ് വേവ്സ് യൂസ് ദ ഡോപ്ലർ എഫക്റ്റ് പ്രിൻസിപ്പിൾ. അതായത് എല്ലാ ഇൻസ്ട്രുമെൻസും എന്താണ്? ഈ ഡിവൈസസ് ഒക്കെ എങ്ങനെയാണ് സ്പീഡും മോഷനും ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്? റിഫ്ലക്റ്റഡ് വേവ്സിനെ ബേസ് ചെയ്തിട്ട് സ്പീഡും മോഷനും ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും പ്രവർത്തിക്കുന്നത് ഡോപ്ലർ എഫക്റ്റ് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് കേസ് ഈസ് ഡോപ്ലർ എഫക്റ്റ് ആബ്സെൻറ്റ്? അതായത് താഴെ കുറച്ച് കേസുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് കേസിലാണ് ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കാത്തതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. സോഴ്സ് മൂവ് എവേ ഫ്രം ഒബ്സർവർ. നമുക്കറിയാം അവിടെ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കും. ഇനി അടുത്തത് ഒബ്സർവർ മൂവ്സ് ടുവേർഡ്സ് സോഴ്സ്. അതായത് സോഴ്സിനടുത്തേക്ക് ഒബ്സർവർ വരുന്നു, അവിടെയും ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കും. ഇനി ഓപ്ഷൻ സി, സോഴ്സ് ആൻഡ് ഒബ്സർവർ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ വിത്ത് സെയിം സ്പീഡ്. അതായത് സോഴ്സും ഒബ്സർവറും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ പോകുന്നു. അപ്പോൾ കൺഫ്യൂഷനായി അല്ലേ? ഇനി അടുത്തതും കൂടെ നോക്കാം. സോഴ്സ് വൈബ്രേറ്റ്സ് ഇൻ പ്ലേസ്. അതായത് സോഴ്സ് എന്ത് ചെയ്യുന്നു? പ്ലേസിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. അതായത് സോഴ്സ് ആൻഡ് ഒബ്സർവർ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ വിത്ത് സെയിം സ്പീഡ്. അതായത് സോഴ്സും ഒബ്സർവറും എന്ത് ചെയ്യുന്നു? ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്താണ്? ഡോപ്ലർ എഫക്റ്റ് ഒന്നും അവിടെ നടക്കില്ല. കാരണം എന്താണ്?
If both move together, no relative motion, hence no change in frequency. രണ്ടുപേരും എന്താണ് ഒരേപോലെ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിലേറ്റീവ് മോഷൻ ഇല്ല അല്ലേ. റിലേറ്റീവ് മോഷൻ എന്ന് വെച്ചാൽ ഒന്നിനെ അപേക്ഷിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടുപേരും ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം. എ കാർ പാസസ് യു വൈൽ ബ്ലോയിങ് ഇറ്റ്സ് ഹോൺ. യു ഹിയർ ദ ഹോൺ അറ്റ് ഹയർ പിച്ച് ബിഫോർ ഇറ്റ് പാസസ് ആൻഡ് ലോവർ പിച്ച് ആഫ്റ്റർ ഇറ്റ് പാസസ്. വിച്ച് ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് ദിസ്? അപ്പോൾ ഇവിടെ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഒരു കാറ് ഹോൺ അടിച്ച് നമ്മുടെ മുന്നിൽ കൂടെ വന്ന് അങ്ങ് പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ കാർ അടുത്തേക്ക് വരുമ്പോൾ എന്താണ്, ഹയർ പിച്ചിലും കേൾക്കുന്നു. കാർ അങ്ങ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ലോവർ പിച്ചിലും കേൾക്കുന്നു. ഇത് ഏത് ഫിനോമിനൻ അല്ലെങ്കിൽ ഏത് പ്രതിഭാസമാണെന്നാണ് ചോദ്യം. എന്താണ്, ഡോപ്ലർ എഫക്റ്റ് ആണ്. കാരണം എന്താണ്, അപ്രോച്ച് ചെയ്യുമ്പോൾ വേവ്സ് കംപ്രസ് ആവുന്നതുകൊണ്ട് ഹയർ പിച്ച്, ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. റിസൈഡ് ചെയ്യുമ്പോൾ, അതായത് പാസ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, വേവ്സ് സ്ട്രെച്ച് ആവുന്നു. അതുകൊണ്ട് ലോവർ പിച്ച്, ലോവർ ഫ്രീക്വൻസി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പോലീസ് റഡാർ യൂസസ് ദ ഡോപ്ലർ പ്രിൻസിപ്പൽ ടു മെഷർ എ കാർ സ്പീഡ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് റിഫ്ലക്റ്റഡ് വേവ്സ് ഇൻക്രീസസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് ഒരു പോലീസ് റഡാർ എന്താണ്, കാറിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് ഡോപ്ലർ പ്രിൻസിപ്പൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒബ്സർവ് ചെയ്ത വേവ്സിൻ്റെ ഫ്രീക്വൻസി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്സിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം വേവ്സിൻ്റെ ഫ്രീക്വൻസി എപ്പോഴാണ് കൂടിക്കൂടി വരുന്നത്, സോഴ്സ് നമ്മുടെ അരികിലേക്ക് വരുമ്പോഴാണ് കൂടിക്കൂടി വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ? ദ കാർ ഈസ് അപ്രോച്ചിങ് ദ റഡാർ. കാർ എന്താണ്, ആ റഡാറിനെ അപ്രോച്ച് ചെയ്യുകയാണ്, റഡാറിന് അടുത്തോട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത്, ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. അപ്രോച്ചിങ് ഒബ്ജക്റ്റ് മീൻസ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്സ് കംപ്രസ്ഡ്, ദാറ്റ് മീൻസ് ഹയർ ഫ്രീക്വൻസി ഡിറ്റക്റ്റഡ്. അതായത് ഒരു വസ്തു അരികിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വേവ് ഫ്രണ്ട്സ് കംപ്രസ് ആയിട്ട് വരുന്നു. അപ്പോൾ ഫ്രീക്വൻസി എന്താണ്, ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. അതാണ് റഡാർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു UPSC IAS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ PSCയുടെ ലെവലും എന്താണ്, നല്ല കൂടിക്കൂടി വരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉടനെ തന്നെ PSCയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും വിട്ടുകളയേണ്ട. ക്വസ്റ്റ്യൻ നോക്കാം. വെൻ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് എ സ്റ്റാർ ആർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ബ്ലൂ എൻഡ് ഓഫ് ദ സ്പെക്ട്രം, ദ സ്റ്റാർ ഈസ് ഡാഷ്. അതായത് ഒരു സ്റ്റാറിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ബ്ലൂ എൻഡിലോട്ടാണ് അതിൻ്റെ ഷിഫ്റ്റ് എങ്കിൽ ആ സ്റ്റാറിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് മൂവിങ് ടുവേർഡ്സ് ദ എർത്ത്. അതായത് ആ സ്റ്റാർ ഭൂമിക്ക് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബ്ലൂ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ഷോർട്ടർ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു സോഴ്സ് മൂവിങ് ക്ലോസർ. അതായത് ബ്ലൂ ഷിഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് ആണെന്നാണ്. ബ്ലൂ ലൈറ്റ് ഷോർട്ടർ വേവ് ലെങ്ത്, സോ സോഴ്സ് മൂവിങ് ക്ലോസർ, സോഴ്സ് അടുത്തടുത്ത് വരുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതേ സ്ഥാനത്ത് റെഡ് ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് ലോങ്ങർ വേവ് ലെങ്ത് ആണ്, സോഴ്സ് മൂവിങ് എവേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ സ്റ്റാർ ഭൂമിയിൽ നിന്നും അകന്നകന്ന് പോകുന്നതാണ് അതിനർത്ഥം, റെഡ് ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻ റിലേറ്റഡ് ടു ദ ഡോപ്ലർ എഫക്റ്റ് ഈസ് ട്രൂ? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ എന്നാണ് ചോദ്യം. ആദ്യത്തേത് വായിച്ചു നോക്കാം. വെൻ യു അപ്രോച്ച് എ ബ്ലോയിങ് ഹോൺ ദ പെർസീവ്ഡ് പിച്ച് ബിക്കംസ് ഹയർ. അതായത് ഒരു ഹോൺ അവിടെ ഇരുന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് സോഴ്സിന് അടുത്തോട്ട് ഒബ്സർവർ വരുമ്പോൾ എന്താണ്, പിച്ച് കൂടുമെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് കറക്റ്റാണല്ലോ, കറക്റ്റാണ്. ഇനി അടുത്തത് നോക്കാം. ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ റെഡ് എൻഡ് ഓഫ് ദ സ്പെക്ട്രം വെൻ ദ സ്റ്റാർ ആൻഡ് എർത്ത് റിസീഡ് ഫ്രം ഈച്ച് അതർ. അതായത് ലൈറ്റ് ഫ്രം ഡിസ്റ്റൻറ്റ് സ്റ്റാർസ്, അതായത് ദൂരത്തുള്ള നക്ഷത്രങ്ങളിലെ ലൈറ്റ് എന്താണ്, റെഡ് എൻഡിലോട്ടാണ് സ്പെക്ട്രം ഷിഫ്റ്റ് ആവുന്നതെങ്കിൽ സ്റ്റാറും എർത്തും അകന്നകന്ന് തമ്മിൽ അകന്നകന്ന് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റെഡ് ഷിഫ്റ്റ് ആണെങ്കിൽ സ്റ്റാർസ് മൂവിങ് എവേ, ബ്ലൂ ഷിഫ്റ്റ് ആണെങ്കിൽ സ്റ്റാർസ് കമ്മിങ് ക്ലോസർ ടു എർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഡോപ്ലർ എഫക്റ്റ് ഒക്കേഴ്സ് ഓൺലി വെൻ ദ സോഴ്സ് സ്പീഡ് ഈസ് ലെസ് ദാൻ ദ വേവ് സ്പീഡ്. അത് കറക്റ്റാണോ? എന്താണ് ഡോപ്ലർ എഫക്റ്റ് എപ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്? സോഴ്സിൻ്റെ സ്പീഡ് എന്താണ് വേവിൻ്റെ സ്പീഡിനെക്കാട്ടിലും കുറഞ്ഞിരിക്കുമ്പോഴേ ഡോപ്ലർ എഫക്റ്റ് ഒക്കർ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് തെറ്റാണല്ലേ? കാരണം എന്താ? ഡോപ്ലർ എഫക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റിലേറ്റീവ് മോഷൻ, നോട്ട് ഓൺ ആക്ച്വൽ സ്പീഡ് കമ്പയർഡ് ടു ദ വേവ് സ്പീഡ്. അതായത് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ അവയുടെ സ്പീഡും വേവിൻ്റെ സ്പീഡും തമ്മിലുള്ള കമ്പാരിസണുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. അടുത്ത ചോദ്യം, ദ ഡോപ്ലർ എഫക്റ്റ് ക്യാൻ ഒക്കർ ഇൻ ഡാഷ്. അതായത് ഡോപ്ലർ എഫക്റ്റ് എവിടെയൊക്കെയാണ് സാധ്യമാവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സൗണ്ട് ഒള്ളി, ലൈറ്റ് ഒള്ളി, വാട്ടർ വേവ്സ് ഒള്ളി, ബോത്ത് സൗണ്ട് ആൻഡ് ലൈറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? മിക്കവരും സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതുകൊണ്ട് സൗണ്ട് ഒള്ളി എന്ന് അങ്ങ് എഴുതി വയ്ക്കും. അത് തെറ്റാണ് കേട്ടോ. എന്താണ് ഡോപ്ലർ എഫക്റ്റ് ബോത്ത് സൗണ്ട് ആൻഡ് ലൈറ്റിലും ഒക്കർ ചെയ്യും. എന്താണ് സൗണ്ടിലും നടക്കും ലൈറ്റിലും നടക്കും. അതുകൊണ്ടിട്ടല്ലേ നമ്മളിപ്പോൾ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എന്താണ് ഈ ബ്ലൂ ഷിഫ്റ്റും റെഡ് ഷിഫ്റ്റും പഠിച്ചില്ലേ? അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് എവിടെയൊക്കെ പോസിബിളാണ്? സൗണ്ടിലും ലൈറ്റിലും പോസിബിളാണ് കേട്ടോ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. എനി വേവ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് ഷോസ് ഡോപ്ലർ ഷിഫ്റ്റ് ഇഫ് ദർ ഈസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ. അതായത് എന്താണ് ഏതൊരു മെക്കാനിക്കൽ വേവിലായിക്കോട്ടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലായിക്കോട്ടെ എന്താണ് സോഴ്സും ഒബ്സർവറും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് അവിടെ പോസിബിളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യവും എന്താണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമായിട്ട് ബന്ധമുള്ള ചോദ്യമാണ്. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദ റെഡ് ഷിഫ്റ്റ് ഇൻ ദ ലൈറ്റ് ഫ്രം ഡിസ്റ്റൻറ്റ് ഗാലക്സീസ് ഇംപ്ലൈസ് ഡാഷ്. അതായത് ഡിസ്റ്റൻറ്റ് ഗാലക്സികളിൽ നിന്നുള്ള റെഡ് ഷിഫ്റ്റ്, ലൈറ്റിലുള്ള റെഡ് ഷിഫ്റ്റ് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഗാലക്സീസ് ആർ മൂവിങ് എവേ ഫ്രം അസ്. എന്താണ് റെഡ് ഷിഫ്റ്റ് ആണെങ്കിൽ ദൂരോട്ട് പോകുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം എന്ന് പറയുന്നത് PSC ഒരു മെഡിക്കൽ ഫീൽഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡോപ്ലർ പ്രിൻസിപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് പറയാൻ പറ്റില്ല. PSC ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തന്നാൽ കൺഫ്യൂസ് ആവരുത്, അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കൽ ആപ്ലിക്കേഷൻ യൂസസ് ഡോപ്ലർ പ്രിൻസിപ്പിൾ. അതായത് താഴെ തന്നിരിക്കുന്ന മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഏതിലാണ് ഡോപ്ലർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ബ്ലഡ് ഫ്ലോ മെഷർമെൻ്റ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഡോപ്ലർ അൾട്രാസൗണ്ട് മെഷേഴ്സ് ബ്ലഡ് ഫ്ലോ വെലോസിറ്റി ബൈ ഡിറ്റക്റ്റിംഗ് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇൻ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ്. അതായത് ഈ അൾട്രാസൗണ്ട് കടത്തിവിട്ടതിന് ശേഷം അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സൗണ്ട് വേവ്സിലുണ്ടാവുന്ന ഫ്രീക്വൻസി ഷിഫ്റ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ഫ്ലോ വെലോസിറ്റി ഇതിൽ കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ ഒബ്സർവർ ആൻഡ് സോഴ്സ് ബോത്ത് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ അറ്റ് ഈക്വൽ സ്പീഡ്സ് ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഡാഷ്. അതായത് ഇവിടെ സോഴ്സും ഒബ്സർവറും എന്താണ് തമ്മിൽ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കീ വേർഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ മൂവ് ടുവേർഡ് ഈച്ച് അതർ അറ്റ് ഈക്വൽ സ്പീഡ്സ്. അതായത് ഒരേ സ്പീഡിൽ രണ്ടുപേരും എന്താണ് നേർക്കുനേരെ ആണ് പോകുന്നത്. അതായത് രണ്ടുപേരുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഒരാൾ ലെഫ്റ്റിലോട്ടാണ് പോകണമെങ്കിൽ അടുത്തയാൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. രണ്ടുപേരും ഇങ്ങനെ കൂട്ടിമുട്ടാൻ പോകുന്ന കണക്ക് പോകുന്നതായിട്ട് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്താവുമെന്നാണ് ചോദ്യം. അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്തായിരിക്കും? അപ്പോൾ ഇൻക്രീസസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ആയിരിക്കും മാക്സിമം എന്ന് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ഡബിൾസ്, വേവ് ഫ്രണ്ട്സ് റീച്ച് ഫാസ്റ്റർ, ഫ്രീക്വൻസി ഇൻക്രീസസ്. ഇവിടെ സോഴ്സും ഒബ്സർവറും രണ്ടുപേരും മോഷനിലാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ ആർ മൂവിങ് അറ്റ് സെയിം സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ അവിടെ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കുമോ? ഇല്ല, അവിടെ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കില്ല. കാരണം അവിടെ റിലേറ്റീവ് മോഷൻ ഇല്ല, രണ്ടുപേരും ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ഫ്രീക്വൻസിയിലാണോ സോഴ്സ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഒബ്സർവർ കേൾക്കുന്നത്. അവിടെ അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഒന്നും നടക്കില്ല.
അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ ഡോപ്ലർ എഫക്റ്റ് ഫോർ സൗണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ചേഞ്ച്? അതായത് സൗണ്ടിൻ്റെ ഡോപ്ലർ എഫക്റ്റിൻ്റെ കേസിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ആവുന്നത്, മാറ്റമുണ്ടാവുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഡോപ്ലർ എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ആണല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് എന്നുണ്ട്. നമുക്കറിയാം എന്താണ് ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തും ചേഞ്ച് ആവുന്നു, അതിൻ്റെ വേവ് ലെങ്ത്തും ചേഞ്ച് ആവുന്നു. ആ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എങ്ങനെയാണ് റിലേറ്റഡ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും, വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിക്കേ. സ്പീഡ് ഓഫ് സൗണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ മീഡിയം, ഓൺലി വേവ് ലെങ്ത് ആൻഡ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി വേരി. അതായത് സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മീഡിയത്തിൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ എന്ത് മാത്രമാണ് വേരി ചെയ്യുന്നത്? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയുമാണ് വേരി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വെൻ എ സ്റ്റാർ മൂവ്സ് എവേ ഫ്രം ദ എർത്ത് വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ലൈറ്റ്? അതായത് ഒരു സ്റ്റാർ എർത്തിൽ നിന്നും അകന്നകന്ന് പോകുമ്പോൾ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഭൂമിയിൽ നിന്നും അകന്നു പോകുമ്പോൾ ഏത് ഷിഫ്റ്റാണ്? റെഡ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പം വേവ് ലെങ്ത് ഇൻക്രീസസ്. ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസസ്. കാരണം എന്താണ്? റെഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട്. ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. റിസീഡിങ് ലൈറ്റ് സോഴ്സസ് പ്രൊഡ്യൂസ് റെഡ് ഷിഫ്റ്റ്, എ ക്ലിയർ അസ്ട്രോണമിക്കൽ പ്രൂഫ് ഓഫ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ? നമ്മുടെ സയൻറ്റിസ്റ്റൊക്കെ ഇങ്ങനെ ഗാലക്സി ഒബ്സർവ് ചെയ്തപ്പോൾ എന്താ കണ്ടത്? എല്ലാ ഗാലക്സിയും റെഡ് ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അതായത് എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ അകന്നകന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സ്പേസ് എന്താ? സ്ട്രെച്ച് ആവുകയാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മളിന്ന് ഡോപ്ലർ എഫക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും പരിചയപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആൻഡ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.